സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് തന്നെ പോകുമ്പോൾ സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പങ്കുവച്ച കേസിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത നടപടിയിൽ പ്രതിഷേധം ശക്തം. ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത എൻ സുബ്രഹ്മണ്യനെ പോലീസ് വിട്ടയച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ച വീഡിയോയിൽ നിന്നും എടുത്ത ചിത്രമാണ് താൻ പങ്കുവച്ചതെന്നും പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. പോലീസിന് സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പറയുന്നു. ആദ്യം ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ സ്റ്റേഷനിൽ പോകണമെന്നാണ്. ഭരണകൂടത്തിന്റെ ഒരു ഏർപ്പെടല്ലേ അതൊക്കെ. അതെ, ഒരു ദിവസം കഴിഞ്ഞല്ലോ, കലാപം നേടെ നടന്നില്ലല്ലോ. ഇതൊക്കെ പോലീസ് അതാത് സമയത്തുണ്ടാക്കുന്ന പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതിരോധിപ്പിക്കാനും സർക്കാരിനെതിരായിട്ടുള്ള വികാരം തിരിച്ചുവിടാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും സർക്കാരിനെതിരായിട്ടുള്ള വികാരമൊന്നും തിരിച്ചുവിടാൻ പോകുന്നില്ല. സർക്കാരിനെതിരായി കൂടുതൽ ആളുകൾ വികാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു അഴിമതി സർക്കാരാണെന്നും ഇത് പുറത്തു പോകേണ്ട സർക്കാരാണെന്നും ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു സംശയമില്ല. എന്റെ പേരിലോ അതുപോലെ ആയിരക്കണക്കിന് UDF പ്രവർത്തകരുടെ പേരിലോ കേസൊന്നും എടുത്താൽ പിണറായി വിജയന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വീഡിയോ ആണത്. ആ വീഡിയോന്ന് ക്യാപ്ചർ ചെയ്ത ഫോട്ടോ അത്. ഇത് ഇത്ര സെക്കൻഡ്, ഒരു 1.28.7 എന്ന് പറയുന്ന ആ പ്രത്യേകമായ ഒരു സമയത്ത് ക്യാപ്ചർ ചെയ്ത് എടുക്കുന്ന ഫോട്ടോ ആണ്. അതേ വീഡിയോ എന്നുള്ളതാണ്. പുറത്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇതിലൊരു ഫോട്ടോ, ഞാൻ എന്റെ വാളിലുള്ളപ്പോൾ ഒരു ഫോട്ടോ രാജീവ് ചന്ദ്രശേഖർ നവംബർ 29 അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ്. രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ലല്ലോ, ഒരു മാസം കഴിഞ്ഞില്ലേ. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ് കുമാർ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. തങ്ങളുടെ എല്ലാ പ്രവർത്തകരോടും ഈ ഫോട്ടോ ഷെയർ ചെയ്യാൻ പറയും. അത്തരത്തിൽ വെല്ലുവിളി നിറഞ്ഞൊരു വാക്കുകളാണ് സതീശന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും നാടകീയ സംഭവങ്ങളാണ് രാവിലെ മുതൽ തന്നെ അരങ്ങേറിയത്. അദ്ദേഹത്തിന്റെ കുന്നമംഗലത്തെ വീട്ടിൽ രാവിലെ 8 മണിക്ക് മുമ്പായാണ് ചേവായൂർ SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തിയതും അദ്ദേഹത്തോട് പോലീസ് സ്റ്റേഷനിൽ എത്തി ഇതുമായി ബന്ധപ്പെട്ട കേസന്വേഷണവുമായി ബന്ധപ്പെട്ട മൊഴി നൽകണം, തങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നൽകണമെന്ന് അറിയിച്ചു. അതേ തുടർന്ന് എനിക്ക് തയ്യാറെടുക്കാൻ സമയം വേണമെന്ന് അറിയിക്കുകയും ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് സംഘത്തിനൊപ്പം പോവുകയും ചെയ്തു. പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വിവരങ്ങൾ ഘട്ടത്തിൽ വന്നത്. അതിന് കൂടുതൽ പിൻബലം നൽകുന്ന രീതിയിൽ ആശുപത്രിയിൽ എത്തിച്ച് ചില വൈദ്യ പരിശോധനകളൊക്കെ നടത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് പോലീസ് പറഞ്ഞത് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായപ്പോൾ ആശുപത്രിയിൽ കയറി പരിശോധനകൾ നടത്തിയതാണ്. തുടർന്ന് കുറച്ച് നേരത്തെ നിരീക്ഷണവും നടത്തിയ ശേഷം ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോയതോടുകൂടി തന്നെ കോൺഗ്രസ് ക്യാമ്പ് വളരെ സജീവമായി വിഷയത്തിൽ ഇടപെടുകയുണ്ടായി. DCC പ്രസിഡന്റിന്റെയും മുതിർന്ന നേതാവ് KC അബുവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ചേവായൂർ പോലീസ് സ്റ്റേഷന് മുൻവശത്ത് പ്രതിഷേധവുമായി എത്തി. മറ്റ് പ്രമുഖ നേതാക്കൾ, ACC നേതാക്കളായ KC വേണുഗോപാലും രമേശ് ചെന്നിത്തല അടക്കമുള്ള എല്ലാ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രസ്താവനകൾ നൽകുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ ഈ സംഭവത്തിന് മറ്റൊരു മാനം കൈവന്നു. കാരണം സ്റ്റേഷനിൽ നിന്ന് വേണമെങ്കിൽ ജാമ്യം നൽകി വിട്ടയക്കാവുന്ന കുറ്റം, അത്തരമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അത്തരത്തിൽ ഒരു കുറ്റത്തിന് എന്തിന് വീട്ടിലെത്തി പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ടുപോകുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒപ്പം താൻ ഒരു തരത്തിലുമുള്ള കൂട്ടിച്ചേർക്കലുകൾ ഈ ഫോട്ടോയിൽ നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പുറത്തുവിട്ട ഔദ്യോഗിക വീഡിയോയിൽ നിന്നും ഒരു ഭാഗം മാത്രം താൻ കട്ട് ചെയ്തെടുക്കുകയാണ്
ചെയ്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അത് എങ്ങനെ ഒരു വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ കലാപത്തിനുള്ള ആഹ്വാനമാകുന്നു എന്നാണ് എൻ സുബ്രഹ്മണ്യം ചോദിക്കുകയും ചെയ്തത്. നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു. അന്ന് അവർക്കെതിരെ യാതൊരു നിയമ നടപടികളും എടുക്കാത്തവർ എന്തിന് തനിക്കെതിരെ മാത്രം നടപടി എടുക്കുന്നു? അത് പ്രതിഷേധത്തിന്റെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണ് ഇതിന് പിന്നിലെന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്തായാലും ഈ പുറത്തു വിട്ട ചിത്രം വലിയ രീതിയിലുള്ള ഒരു പ്രകോപനത്തിനുള്ള ആഹ്വാനമാണ് എന്ന വാദത്തിലാണ് CPIM ഹാൻഡിലുകൾ ഉറച്ചു നിൽക്കുന്നത്. ഒപ്പം ഈ നിലവിൽ അദ്ദേഹത്തിന്റെ വാളിൽ ഉള്ള ചിത്രത്തിന് ഒപ്പം മറ്റൊരു ചിത്രം കൂടി ഉണ്ടായിരുന്നു എന്നും CPIM ഹാൻഡിലുകൾ പറയുന്നു. പക്ഷേ ആ ചിത്രം നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വലിയ നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ UDF സമരം അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിനെ വിട്ടയക്കുകയും ചെയ്തു. ശരി, MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.